ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു ആ ചാനൽ. ഓണസദ്യക്ക് മാങ്ങ അച്ചാർ അഥവാ മാങ്ങ കറി ഇല്ലാതെ എങ്ങനെയാ? കടയിൽ നിന്നും വാങ്ങേണ്ട, ഇനി വീട്ടിൽ തന്നെ ഉണ്ടാക്കാം മാങ്ങ അച്ചാർ. അതിനായി ഒരു പച്ച മാങ്ങ എടുത്തിട്ടുണ്ട്. അതിന്റെ തോലൊന്നും കളയണ്ട, വൃത്തിയൊന്ന് കഴുകി കൊണ്ടുവരാം. അതിനുശേഷം ചെറിയ പീസുകളായി മുറിച്ചെടുക്കണം. ഇതിലിപ്പോൾ നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് വയറിന് യാതൊരുവിധ കേടും ഉണ്ടാവില്ല. ഇത്രയും ചെറിയ പീസസ് ആയിട്ടാണ് നമ്മളിപ്പോൾ മുറിച്ചെടുത്തിരിക്കുന്നത്. ഇതുപോലെ മുഴുവൻ മാങ്ങയും മുറിച്ചെടുക്കണം. ഒരു മാങ്ങയിൽ നിന്നും ഇത്രയും ക്വാണ്ടിറ്റി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പച്ചമുളക് മുറിച്ചിടാം. സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി ചില ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർത്തുന്നുണ്ട്. മുറിച്ചു വെച്ച മാങ്ങയിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ നല്ലെണ്ണയും ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ കുറേ ദിവസം കേടാവാതിരിക്കും. അടുത്തതായി നമ്മുടെ കുഞ്ഞു ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാവുമ്പോൾ കുറച്ച് കടുകിട്ട് പൊട്ടിക്കണം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്നുകൂടി വഴറ്റാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഒന്ന് മൂത്ത മണം വരുമ്പം സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നുള്ള് കായപ്പൊടി, 1/4 ടീസ്പൂൺ കടുക് പൊടിച്ചത്, 1 നുള്ള് ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഗ്യാസ് കത്തിച്ച് അത് ലോ ഫ്ലെയിമിൽ ഇട്ട ശേഷം മസാലകളൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണം. കരിഞ്ഞാൽ അച്ചാറിന് കയ്പ്പ് രസം വരും. മാങ്ങയിൽ ഉപ്പിട്ട് വെച്ചതുകൊണ്ട് വെള്ളം മൂർന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മസാലക്കൂട്ട് തണുത്ത ശേഷം ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. കടുക് താളിച്ച ആ കുഞ്ഞു ചീനച്ചട്ടിയിലെ അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിക്കാം. അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മസാലകളെല്ലാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം വേണം തിളപ്പിക്കാൻ. ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇത് തണുത്ത ശേഷം നമ്മുടെ അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അച്ചാറിൽ ആവശ്യത്തിന് ചാറായി. കൂട്ടുകാരെ, എങ്ങനെയുണ്ട് ഈ റെസിപ്പി? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഉറപ്പായും ഈ ഓണത്തിന് ഈ അച്ചാർ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഈ റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമന്റായി അറിയിക്കണേ. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടല്ലോ. സ്പെഷ്യൽ ചേരുവകളെല്ലാം ചേർത്തുണ്ടാക്കിയ ഈ അച്ചാർ കാണുമ്പോഴേ കഴിക്കാൻ തോന്നുന്നില്ലേ? വായിൽ വെള്ളം വരുന്നില്ലേ? അടുത്ത ദിവസം അടുത്ത റെസിപ്പിയുമായി വരാം. ബൈ.